അപ്പൊ ഹൗ ടു നിങ്ങൾക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കവിത എഴുതും, ചിലർക്ക് ഇതൊന്നല്ല, ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ടാകും. എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നേരത്തെ അറിയുമായിരുന്നു, പക്ഷെ ഞാൻ എഴുതി തുടങ്ങിയത് വളരെ വൈകിട്ടാണ്, വർഷങ്ങൾക്ക് ശേഷമാണ്. എൻ്റെ PG കാലഘട്ടത്തിൽ പോലും എഴുതിയില്ല. പിന്നെ ഞാൻ MBA അനദർ PG വർഷങ്ങൾക്ക് ശേഷം എടുത്തു. അതിനുശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ആദ്യത്തെ പുസ്തകം എൻ്റെ ഇംഗ്ലീഷിലായിരുന്നു, രണ്ടാമത്തേത് മലയാളത്തിലാണ്, മൂന്നാമത്തേത് ഞാൻ ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ചെയ്തത്. നാലാമത്തെ ബുക്ക് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി. നാലാമത്തെ ബുക്ക് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്, പക്ഷെ അത് മലയാളത്തിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റർ സെബാസ്റ്റ്യൻ തയ്യൂർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. ആൻഡ് അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഹിഡൻ ടാലന്റിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ടീമാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ടീം. അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ someone is ghosting you, നിങ്ങളുടെ ഭാഷയാണ്. വാട്ട് ഇസ് ഇറ്റ് ഗൈസ്? ആരെങ്കിലും ഒരാൾ നമ്മളെങ്ങനെ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നു അല്ലെങ്കിൽ നമ്മളെങ്ങനെ പിന്തുടരുന്നു എന്നാണോ? No. ലൈക് നമ്മൾ Incorrect answer, but you have 1 mark. അനുഗ്രഹ പറയൂ. അനുഗ്രഹ പ്ലീസ് റിപ്പീറ്റ്. സാർ, നമ്മൾ അറിയാതെ എഴുതുന്നതോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നതോ ആണോ? No. It is something different. Don't connect with the subject. It is something different. സാർ, Yeah. നമ്മളെ ഓരോന്നിനായിട്ട് സഹായിക്കുകയാണ്. No, man. It is your language. പിന്നെ ഒരു ലീനിയൽ അല്ല, ആൽഫ ലാംഗ്വേജ് ആണത്. ഈ നിങ്ങളുടെ ട്രെൻഡ് ലാംഗ്വേജ് ആണ്. ഈ കാലഘട്ടമായിട്ട് കണക്ട് ചെയ്യൂ. ഓക്കെ, നോ വറീസ്. someone is trying to avoid you, അതിനെയാണ് പറയുന്നത് someone is ghosting you. ഞാൻ ആ ഗോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് എങ്ങനെയാണ് ഈ കാലഘട്ടമായിട്ട് കണക്ട് ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ ഭാഷ കുറച്ച് പ്രശ്നമുണ്ടല്ലോ. ഈ മീൻസ് പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലാവാത്ത, അപ്പൊ ഞാനത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചപ്പോൾ കിട്ടിയതാണ്. ഗോസ്റ്റിംഗ് യു എന്ന് പറഞ്ഞാൽ someone is trying to avoid you എന്നാണ് അർത്ഥം. ഓക്കെ, കരിയർ ആസ് എ ഹാക്കർ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമുക്കത് അതിലേക്കൊന്ന് പോകാം. സൈബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ്? വാട്ട് ഈസ് സൈബർ? ആർക്ക് പറയാൻ പറ്റും? നിങ്ങൾ സെർച്ച് ചെയ്യൂ, അതല്ലെങ്കിൽ സാർ, നമ്മളറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്നതിനാണോ? നോ. അങ്ങനെ കാട് കയറി ചിന്തിക്കല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് എടുക്കൂ. സൈബർ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നോക്കൂ, എന്താണെന്ന് നോക്കി പറയൂ. യാ അനുഗ്രഹ പറയൂ. നമ്മുടെ ഫോണിന്റെയും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ, ബന്ധപ്പെട്ടതാണ്. യെസ്, ബന്ധപ്പെട്ടതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കറക്റ്റ്. അനുഗ്രഹയ്ക്ക് 3 marks. കറക്റ്റ് ആൻസർ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കൾച്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ദ ഇന്റർനെറ്റ് ആൻഡ് ദ വെർച്വൽ വേൾഡ്. അതാണ് അതിന്റെ അർത്ഥം, കുറച്ചുകൂടെ വിപുലമായിട്ട് പറഞ്ഞാൽ. ദെൻ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിവരങ്ങൾ ചോർത്തുക. ആദ്യം എലോന പ്ലീസ്, യു സ്റ്റാർട്ടഡ്. എലോന സ്റ്റാർട്ട് ചെയ്യൂ, പറയൂ. നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാ എന്നതിനാണോ കുറ്റകൃത്യങ്ങൾ നടത്തുക? കുറ്റകൃത്യം, അതായത് ഇൻഫോർമേഷൻ സിസ്റ്റം. wide range of criminal activities that are carried out using digital devices and networks. Almost correct ആണ് എലോന പറഞ്ഞത്. 2 marks. പ്രശോഭ്, 2 marks for Elona. And what is cyber attack guys? നമ്മുടെ പേഴ്സണൽ തിങ്സ് അറ്റാക്ക് ചെയ്യുക, ലൈക് ക്യാപ്ചർ ചെയ്യുക, അങ്ങനെയാണോ? സൈബർ അറ്റാക്ക്, പേഴ്സണൽ തിങ്സ് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കും നെറ്റ്വർക്കിലേക്കും ഒക്കെ ഉള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പിന്നെ അറ്റാക്കിനെയാണ്, അതിന് ആക്സസിനെയാണ് പറയുന്നത്. അപ്പോ ലോന പറഞ്ഞത് പകുതി കറക്റ്റ് ആണ്. 1 mark. വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി? നമ്മുടെ എങ്ങനെ ഇൻഫോർമേഷൻസ് മറ്റാർക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻഫോർമേഷൻ ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലൈക് ഇതാണോ ഒരു ആപ്ലിക്കേഷൻ സംതിങ് ലൈക്ക് ദാറ്റ്? കറക്റ്റ് ആണ്. പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്, നെറ്റ്വർക്ക്സ്, ഡാറ്റ ഫ്രം സൈബർ ത്രെറ്റ്സ്, അതിനാണ് പറയാ. എലോനയ്ക്ക് 3 marks.
then 68% of the world business are affected by cyber attacks എന്നാണ് പറയുന്നത്. ലോകത്തിലുള്ള ബിസിനസ്സുകളെ ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ 2025 ജനുവരി 31 28,05,354 അതില് ആക്റ്റീവ് ആയിട്ടുള്ളത് 65%. ഈ പറഞ്ഞ കണക്കനുസരിച്ചുള്ള 68% അതൊന്നും എടുത്താൽ തന്നെ ഒരു 10-15 ലക്ഷം ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ തന്നെ, ലക്ഷക്കണക്കിന്. അപ്പൊ അത്രയും ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, സൈബർ പ്രൊട്ടക്ഷന് വേണ്ടി ശ്രമിക്കണം. എന്ന് വെച്ചാൽ ആ മേഖലയിലുള്ള തൊഴിൽ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോ ആൻഡ് വാട്ട് ഈസ് ഹാക്കിംഗ് ഗൈസ്? സാർ നമ്മളുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യുന്നതാണോ? അതെ, ഹാക്ക് ചെയ്യുന്നതാണ്. അതെന്താണ്? വാട്ട് ഈസ് ഇറ്റ്? മറ്റുള്ളവർ നമ്മളുടെ ഫോണിലുള്ള കാര്യങ്ങൾ കോളിങ് ഇത് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നതാണോ? മറ്റുള്ളവര് എങ്ങനെ? ഒന്നുകൂടെ പറയൂ. സാർ അത് നമ്മുടെ ഫോണ് നമുക്ക് ചാർജ് തീരാതെ തന്നെ നമ്മളിപ്പം ഒരാൾക്ക് മെസ്സേജ് അയക്കാതെ തന്നെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൗ ദാറ്റ് ഈസ് ഹാപ്പനിങ്? അത് അവര് നമ്മളുടെ അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് വേണം അതിന്. അതാണ് പ്രശ്നം. അതാണ് അതിന്റെ ആൻസർ. ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാക്കുക. നമ്മുടെ അറിവോ നമ്മുടെ കൺസെന്റോ ഇല്ലാതെ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നതിനെയാണോ എന്ന് പറയാം. എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയൂ? അതിലേക്കാണ് ഞാൻ വരുന്നത്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കേട്ടിട്ടുണ്ടോ എത്തിക്കൽ ഹാക്കിംഗ് ആരെങ്കിലും? ഗൈസ്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്താ ഫോളോ ചെയ്യുക എന്നുള്ളതാണോ? അല്ല അല്ല അല്ല. നമ്മുടെ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് let Adinath, he started. Adinath, please tell me. സാർ, ക്യാഷ് അങ്ങനെയുള്ളതൊക്കെ എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല തട്ടിയെടുക്കുക, അങ്ങനെയാണോ? അല്ല. അനുഗ്രഹ പറയൂ. ശുദ്ധകരമായ അക്രമകാരികളുടെ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ മൊബൈൽ ഫോണിലോ ഹാക്ക് ചെയ്തതാണോ? ഓക്കെ, ഇത് പിന്നെ അനുഗ്രഹ, നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറയും. വെയിറ്റ് ഗൈസ്. നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ നോക്കി പറയുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയണം. അതിൽ പറഞ്ഞിട്ടുള്ളത് അതേപടി ആവർത്തിക്കാൻ പാടില്ല. അത് നമ്മുടെ ഭാഷയല്ല. നോക്കാം. അത് സ്വന്തമായിട്ട് പറയൂ. എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്? ഇപ്പം ആക്രമണകാരികളെ ഇപ്പോ നമ്മളുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഹാക്ക് ചെയ്തതാണ് എത്തിക്കൽ ഹാക്കിംഗ്? No. It is not the answer. Ethical hacking is the practice of performing security assessments using the same techniques that hackers do. Hackers ഏത് തന്ത്രമാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് മുൻകൂട്ടി നമ്മൾ അതിന് പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്, കമ്പനികൾ ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേക ആളുകളെ നിയമിക്കുന്നുണ്ട്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആള് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ അതിർത്തികളിൽ നമ്മൾ ജവാന്മാരെ, യുദ്ധ ടാങ്കറുകളൊക്കെ വെക്കുന്നത് പോലെ ഇതുപോലുള്ള അറ്റാക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നു. അതിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയാം. ആൻഡ് ഗൈസ്, ഹൂ ഇസ് ദിസ്? എത്തിക്കൽ ഹാക്കിംഗ് രംഗത്തെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ആരാണെന്ന് പറയൂ. Any idea? അങ്കിത് ഫാദിയ. ആരാ പറഞ്ഞത് ആൻസർ? അനുഗ്രഹ. 3 മാർക്സ്. ദിസ് ഇസ് അങ്കിത് ഫാദിയ. ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേകമായിട്ടും അറിയപ്പെടുന്ന ഒരു എത്തിക്കൽ ഹാക്കറാണ്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ 100 ways to improve your digital life, അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയുന്ന ബുക്ക്, പിന്നെ ഹാക്കിങ്ങിനെ കുറിച്ച് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ആൻഡ് വളരെ ഹോട്ട് കേക്ക് ആയിട്ട് സെല്ല് ചെയ്യുന്നതാണ്.
ഈ പുസ്തകം നമുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ഈ പുസ്തകം നിങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിതിൻ്റെ ഒന്നുകിൽ ഇത് ഫോട്ടോ എടുത്ത് വെക്കുകയോ നോട്ട് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യണം. യൂസ്ഫുൾ ആയിട്ടുള്ള ചില കണ്ടന്റുകൾ വരുമ്പോൾ നമുക്കത് പിന്നീട് ഉപയോഗിക്കാവുന്ന തരത്തിൽ നിങ്ങളത് മാറ്റണം. നിങ്ങളത് എഴുതുന്നു ഞാൻ വിചാരിക്കുന്നു.